നീനന്റെയും ധ്യാനിന്റെയും ഇന്റർവ്യൂ എനിക്ക് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആയിരിക്കും ഐ എം ദ ഫീമെയിൽ ധ്യാൻ ശ്രീനിവാസ്. വടി കൊടുത്ത് അടി വാങ്ങണ ആൾക്കാര്. പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല അത് വടി കൊടുത്ത് അടി വാങ്ങാൻ. അല്ല ഞാൻ പറയാണ്, ഞാൻ നീനെ വിളിച്ച് പറയില്ല. ഐ റിയലി എൻജോയ് യു ബോത്ത് നിങ്ങളുടെ ഇന്റർവ്യൂസ്. അതെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സിനിമ രതി നിർവേദം. എന്താണ് ചേച്ചിയുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്? മാവേലിക്കരയില് നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ 2 ദിവസമോ 3 ദിവസമോ കോളേജും സ്കൂൾസ് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. പ്യൂർലി അവിടെ കുട്ടികൾ ആരും പോയില്ല, എല്ലാവരും നമ്മളെ ലൊക്കേഷനിലായിരുന്നു. അത് റിയൽ ആണ്, കള്ളത്തരം പറയല്ല. പോലീസ് വരെ ലൊക്കേഷനിലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഈ മതിലിന്റെ മുകളിൽ കയറിയിട്ട് ടിഫിന് വെച്ചിട്ട് അവിടെ രതി ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്ത് ചിലപ്പോൾ ഈ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി പുറത്ത് വരുമ്പോൾ എല്ലാവരും സൗണ്ട് കേൾക്കാം. എല്ലാവരും വന്ന് ഞാൻ ആ ഒരു 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 എന്താ പറയുക മാവോ അല്ല പ്ലാവോ അതിൻ്റെ ചുവട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഒന്ന് കഴിച്ചെന്തെങ്കിലും ഞാൻ എണീട്ട് പോകുമ്പോൾ അയ്യോ അതൊരു കോറസ് ആയ ഒരു എൻജോയ് ചെയ്ത് തുടങ്ങിയല്ലേ? അല്ല അത് അപ്പോൾ അത് കഴിഞ്ഞ് എന്തോ അവിടെ ഭയങ്കര സീന് നടക്കുകയാണ് എന്നൊക്കെ ഫീലിംഗ് ആണ് ഇവിടെ ആൾക്കാർ. നമ്മളവിടെ നോർമൽ കിച്ചൺ, നമ്മൾ KPC ആണ്ടിയും അവരെല്ലാവരും കൂടെ സീൻ നടക്കുകയാണ്. അതൊന്നുമല്ല പുറത്തത്തെ ആൾക്കാരുടെ ഫീലിംഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചില സമയത്ത് ഇങ്ങനെ രതിച്ചേച്ചി ഇങ്ങനെ ഇങ്ങനെ പോണു, പിന്നെ ഇങ്ങനെ പോന്നു. അതെല്ലാം സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. മീൻസ് ഐ വാസ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. സത്യം പറഞ്ഞാൽ നല്ല വിഷ്വൽ ആയിരുന്നു ഉള്ളിന്ന്. ഈ തറവാടിന്റെ ഉള്ളിന്ന് വെറുതെ അവരെടുത്താൽ മതി. കണ്ടോ കണ്ടോ ബൈനക്കുലറൊന്നും ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് സോ ക്യൂട്ട് ടു സീ. 2 ദിവസം കോളേജ് ഒരു കുട്ടിയും പോയിട്ടില്ല, ആൺകുട്ടികൾ. പെൺകുട്ടികൾ എനിക്കെന്താ അറിയില്ല, ആൺകുട്ടികൾ എന്തായാലും എന്താ പോയിട്ടില്ല അല്ലേ? അതിനെനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന്. അതെ, എന്നെ കൊണ്ട് ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ. അത്രേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാലേരി മാണിക്യം ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി എന്ന് പറഞ്ഞാൽ രഞ്ജിത്തേട്ടൻ എന്നെ കൺവിൻസ് ചെയ്തത്. ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാനിങ്ങനെ പാലേരി മാണിക്യം എഴുതുന്നുണ്ട്, അതിലൊരു ചീരു ക്യാരക്ടർ ഉണ്ട്, അത് നീ എന്നെ ചെയ്യണം. അപ്പൊ ഞാൻ ഐം നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പൊ ഞാൻ നോട്ട് ഇൻട്രസ്റ്റ്. അതിന് മുമ്പേ നമ്മൾ റോക്ക് ആൻഡ് റോളാ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും റോള് ചെയ്താൽ മതി, ഐം നോട്ട് ഇൻട്രസ്റ്റഡ്. ചീരുവിന്റെ പോലെ ഒന്നും വേണ്ട. അതാ ഞാൻ ഒന്ന് സ്ക്രിപ്റ്റ് എഴുതട്ടെ, എനിക്ക് നീ 1 മാസത്തെ സമയം എന്താ, ഞാൻ വിളിക്കാം. ഞാൻ അപ്പോഴും ഞാൻ പറയാണ് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പോൾ 1 മാസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ രഞ്ജിത എന്നോട് എനിക്കിപ്പോഴും ഓർമ്മ. രഞ്ജിത് പറഞ്ഞു, എടാ ചീരു നീ എന്നെ കണ്ണടച്ച എനിക്ക് ചീരു നീയാണ്. അത് പറഞ്ഞപ്പോൾ ഐ എം ടെല്ലിങ് യു വീന, നമ്മൾ പറയില്ലേ നമ്മൾ ആർട്ടിസ്റ്റിന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടേഴ്സിന് അത്ര കൺവിൻസിങ് ഉണ്ടെങ്കിൽ പിന്നെന്താ വേണ്ടത്?